ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 136. നമ്മളിപ്പം നോക്കുന്നത് 55ാമത്തെ ഉപനിഷത്തായിട്ട് കേനോപനിഷത്തിലെ 2ാമത്തെ ഖണ്ഡമാണ്. അതിലെ 1 മുതൽ 5 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതും പരമാത്മാവിനെ പറ്റി, ബ്രഹ്മസാക്ഷാത്കാരത്തെ പറ്റി, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയെല്ലാം തന്നെയാണ്. നമുക്ക് ഒന്നിലെന്താണ് പറയുന്നത് നോക്കാം. ഗുരു ശിഷ്യനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞു തന്ന ബ്രഹ്മതത്വം, അപ്പം ഇതിനു മുമ്പിൽ ബ്രഹ്മതത്വം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ശിഷ്യനോട് ചോദിച്ചു, മനസ്സിലായോ? അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു തന്ന ബ്രഹ്മതത്വം നീ എനിക്ക് ബ്രഹ്മത്തെ പൂർണ്ണമായി ഗ്രഹിച്ചു എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എനിക്കൊരു ബ്രഹ്മതത്വം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിട്ട് നിന്നോട് ചോദിച്ചപ്പോൾ നീ പറയുകയാണ് എനിക്ക് ആ ബ്രഹ്മതത്വം, അങ്ങ് പറഞ്ഞു തന്ന തത്വം പൂർണ്ണമായി ഗ്രഹിച്ചു, അതായത് 100% മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ, നീ ബ്രഹ്മസ്വരൂപത്തെ അല്പമായിട്ടേ ഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് അല്പം എന്തോ മനസ്സിലായി എന്നല്ലാതെ അതിൻ്റെ അർത്ഥം നിനക്ക് പൂർണ്ണമായി മനസ്സിലായി എന്നല്ല. നീ പൂർണ്ണമായി മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? ഋഷികൾക്ക് പോലും പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എന്തോന്നിൽ നിന്നുണ്ടായി എന്നതിൽ കവിഞ്ഞ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഋഷികളിൽ നിന്നാണ് ഗുരുവിന് കിട്ടുന്നത്. ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല പൂർണ്ണമായിട്ട്. കാരണം ആ പരബ്രഹ്മത്തിൻ്റെ അല്പം അംശം ഭൂതമായ അംശഭൂതമായിരിക്കുന്ന ജീവാത്മാവ്, അതേപോലെ മനസ്സ്, ബുദ്ധി, പ്രാണൻ മൂലായ എല്ലാ ദേവതകളിലും അന്തർലീനമായിരിക്കുന്നത് അതിൻ്റെ ഒരംശം മാത്രമാണ്. കാരണം ഈ ജീവാത്മാവ്, ഞാനെന്ന് പറയുന്നത്, അല്ലെ എന്നിലുള്ള ജീവാത്മാവ് അതിൻ്റെ ഒരംശം മാത്രമാണ്. അതേസമയം എന്നിലുള്ള എല്ലാ ദേവതകളും, കണ്ണ്, മൂക്ക്, അല്ലെങ്കിൽ പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം തന്നെ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. അതിൻ്റെ ഒരംശം വരുന്ന കഴിവ് കൊണ്ടാണ്, അതിൻ്റെ ഒരൊറ്റ അംശത്തിൻ്റെ, അതിനെത്രയോ കഴിവുണ്ട്, അതിൻ്റെ ഒരു ചെറിയ അംശത്തിൻ്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും കണ്ണുകളും ചെവിയും എല്ലാം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ടാണ്. ഇനി അതിനെയാണ് നീ ബ്രഹ്മമായി കരുതുന്നുവെങ്കിൽ നിന്റെ അറിവ് യഥാർത്ഥമല്ല. ഇതിനെയെല്ലാമാണ് നീ ബ്രഹ്മമായി കരുതുന്നുവെങ്കിൽ, വേദങ്ങൾ സാധാരണ പറയുന്നുണ്ട് എല്ലാം ബ്രഹ്മമാണ്, അപ്പം നമ്മളും ബ്രഹ്മമാണ്. നമ്മൾ ഈ ശരീരത്തെ ഞാൻ ബ്രഹ്മമാണ് എന്ന് ധരിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥമല്ല. എല്ലാം ബ്രഹ്മമാണ് തന്നെ. പക്ഷേ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം ബ്രഹ്മമായതുകൊണ്ട് ഞാനും ബ്രഹ്മമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം പ്രപഞ്ച എത്രയോ വലിയൊരു സംഗതിയുടെ ഒരു ചെറിയ അംശമാണ് ഞാൻ. അപ്പം വലിയൊരു സ്വർണത്തിൽ നിന്ന് ഒരു ചെറിയ മോതിരം ഉണ്ടാക്കിയിട്ട് മോതിരത്തോട് ചോദിക്കുന്നത് നീ സ്വർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം തന്നെയാണ് ഒരർത്ഥത്തിൽ. പക്ഷേ യഥാർത്ഥ അർത്ഥത്തിൽ അത് സ്വർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്വർണം ഏതാണ്? അതിന് വലിയൊരളവുള്ള സാധനം സ്വർണ്ണമാണ്, അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഇത്. അതുകൊണ്ട് ഇത് ഞാൻ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്വർണവും ആവുമോ? അതാവില്ല. ആ മെറ്റീരിയൽ സ്വർണ്ണമാണ്, അത്രയേ ഉള്ളൂ.
അല്ലാതെ ആ ഏതിൽ നിന്നുണ്ടായോ ആ വലിയ സ്വർണമാണ് ഞാനെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ബ്രഹ്മം എത്രയോ വലുതാണ്, അതിൻ്റെ ഒരു അംശം മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് ആ ഞാൻ ആ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കിയാണെങ്കിൽ അത് യഥാർത്ഥമല്ല, അതിൻ്റെ ഒരംശമേ ആകുന്നുള്ളൂ. ബ്രഹ്മം ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. അപ്പോൾ ബ്രഹ്മം എന്നത് യഥാർത്ഥത്തിൽ ഇതൊരു നമ്മുടെ ശരീരത്തിൽ ഞാൻ പ്രമോദാണെങ്കിലും എൻ്റെ ശരീരത്തിൽ ഇവിടെ ഒരു ചെറിയ കുരുവുണ്ടെങ്കിൽ അത് പ്രമോദിൻ്റെ ഭാഗം തന്നെ, അംശമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെ കയറ്റിയിട്ട് പ്രമോദ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അതിനെപ്പോഴോ എത്രയോ പുറമെയാണ് പ്രമോദമുള്ളത്. അല്ലാതെ ഈ ഒരു ചെറിയ വലിയ ഒരു രോമം മാത്രം പിടിച്ചിട്ട് ഇത് പ്രമോദാണെന്ന് ചോദിച്ചാൽ പ്രമോദിൻ്റെ ഒരു അംശം തന്നെയാണ്, എൻ്റെ തന്നെയാണ്, പക്ഷേ അത് പ്രമോദാവില്ല. അതുപോലെ ബ്രഹ്മം ഇതുകളിലൊന്നും ഒതുങ്ങുന്നില്ല. ഈ പ്രപഞ്ചം അടക്കം ബ്രഹ്മത്തിൻ്റെ ഒരംശമാണ്. അപ്പം നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരംശമാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ അതിൻ്റെ ഒരു ചെറിയ അംശമാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കിയ ബ്രഹ്മതത്വം പുനർവിചിന്തനം ചെയ്യണം. അതുകൊണ്ട് നീ എന്ത് വേണം? നീ മനസ്സിലാക്കി, അങ്ങനെയാണ് നിൻ്റെ അഭിപ്രായമെങ്കിൽ, ഞാൻ ബ്രഹ്മത്തെ മനസ്സിലാക്കി എന്നാണ് അർത്ഥമെങ്കിൽ അതിന് ഒന്നുകൂടി നീ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ അർത്ഥത്തിൽ അപ്പോൾ ശിഷ്യൻ പറയുകയാണ് 2 ആ ബ്രഹ്മത്തെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയെന്നും അവകാശപ്പെടുന്നില്ല. ഞാൻ ആ ബ്രഹ്മത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ അതിനെ അറിയില്ല എന്നും ഞാൻ പറയുന്നതും ശരിയല്ല. എന്നാൽ എനിക്കതിനെ അറിയില്ല എന്ന് പറയുന്നതും ശരിയല്ല. പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ബ്രഹ്മം എന്താണ്? പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായോ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ രൂപവും ഭാവവും എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശരിയായ ഒരു വർണ്ണന തരുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായ അതാണ് ബ്രഹ്മം. ശരി, ഓക്കെ. പ്രപഞ്ചമുണ്ടായിരിക്കുന്ന പ്രോട്ടോണ് ഇലക്ട്രോൺ ഇതിൽ നിന്നുണ്ടായി, ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. അതിൻ്റെ സ്വഭാവം എന്താണ്? രൂപവുമില്ല, ഭാവവുമില്ല, ഗുണമൊന്നുമില്ല. ആ നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണ് എന്ന് വിവരിക്കാൻ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ എന്നാൽ അതിനെ അറിയുന്നില്ല എന്ന് പറയുന്നതും ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അറിവ് ഒരു ജ്ഞാതാവ് നയവസ്തുവിനെ അറിയുന്നത് പോലെയല്ല. സാധാരണ ഒരു ശാസ്ത്രജ്ഞൻ ഇവിടെയുള്ള ഭൗതിക വസ്തുക്കളെ അറിയുന്നത് പോലെയല്ല എൻ്റെ ജ്ഞാനം. പ്രപഞ്ചം എന്താണെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിലൊരു പ്രപഞ്ചം ഒരു വസ്തുരൂപത്തിലുള്ളതാണ്, അതിനെല്ലാം നമുക്കറിയാം. പക്ഷെ ബ്രഹ്മം ഇത് അപൂർണവും അലൗകികവുമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ബ്രഹ്മം ഈ പ്രപഞ്ചമല്ല. പ്രപഞ്ചം അതിൽ നിന്നുണ്ടായ തന്നെ, അതുകൊണ്ട് പ്രപഞ്ചം അതിൻ്റെ അംശം തന്നെയാണ്, അതെല്ലാം ശരി തന്നെ. പക്ഷെ അത് ഈ കാണുന്ന തരത്തിലുള്ളൊരു സംഗതിയല്ല. അതിൽ നിന്നാണ് ഉണ്ടായതെങ്കിലും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപവും ഭാവവും ഇല്ലാത്ത ഔലൗകികമാണ്. അതിൻ്റെ അളവും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, അറിയുന്നു എന്നും അറിയില്ല എന്നും, എങ്കിലും അറിയുന്നുവെന്നും പറഞ്ഞത്. എനിക്കതിനെ അറിയില്ല എന്നും ഞാൻ പറയുന്നതോടൊപ്പം അതേസമയം കുറേയെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞതും ഈ അർത്ഥത്തിലാണ്. എൻ്റെ ഈ അഭിപ്രായം ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാർക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ സഹായിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലാത്തവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതെന്താണ്? അതിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അത് നിലയിൽ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം.
അതെനിക്കറിയാം. പക്ഷെ അത് അലൗകികമാണെന്നും എനിക്കറിയാം. ഈ ഉണ്ടായ പ്രപഞ്ചമൊന്നുമല്ല അത് എന്നും എനിക്കറിയാം. അതിൻ്റെ പൂർണ്ണതയൊന്നും അളക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യവും അറിയാം. ആ നിലയിൽ എനിക്കറിയാം. പക്ഷെ വേറെ തരത്തിൽ അറിയില്ല എന്ന് പറഞ്ഞത് അതെന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ചുരുക്കത്തിൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി ആ ഒരു എന്തോ ഒരു സംഗതി ഉണ്ട്, അത്രേ അറിയാം. ആ സംഗതിക്ക് രൂപമില്ല, ഭാവമില്ല, ഗുണമില്ല, ഒന്നുമില്ല എന്നും അറിയാം. പിന്നെ എന്താണ്, എങ്ങനെയാണ് അത് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല. ഇനി 3 ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയിൽ ഞാൻ പരമേശ്വരനെ അറിയുന്നുവെന്ന അഹങ്കാരം ലവലേശമുണ്ടാകില്ല. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് ആ പരമേശ്വരനെ ഞാൻ അറിയുന്നു എന്ന അഹങ്കാരം ഒരിക്കലും ഉണ്ടാവില്ല. അവന് ഒരിക്കലും ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറയില്ല. ആ അഹങ്കാരം ഉണ്ടാവില്ല. അപ്പം ബ്രഹ്മത്തെ അറിയാനുള്ള ഏറ്റവും വഴി അതിൻ്റെ ബ്രഹ്മസാക്ഷാത്കാരമാണ്. പക്ഷെ ആ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവന് ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന അഹങ്കാരമില്ല. അഹങ്കാരം നശിക്കുമ്പോൾ മാത്രമേ ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പറ്റൂ. അവൻ ആ അനന്തവും അസീമവുമായ മഹിമയിൽ അന്തർലീനായി അവൻ അതിൽ പോയി ലയിച്ചു പോയി. പിന്നെ അറിയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായാലല്ലേ അറിയുന്നു പറയും. എനിക്ക് അയാളെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാനും അയാളും തമ്മിൽ വ്യത്യസ്തമാണ്, എങ്കിലേ എനിക്കറിയാമെന്ന് പറ്റും. നേരെ മറിച്ച് ഇയാൾ ആ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയല്ലേ ബ്രഹ്മം. പിന്നെ അറിയുന്നെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രഹ്മത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരാൾക്കും ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ പോലും കഴിയില്ല. കാരണം അതിൽ പോയി ലയിച്ചു പോയി. പിന്നെ ആ ചിന്ത പോലും അവനില്ല. അവൻ തന്നെ ബ്രഹ്മമായി മാറി. അതുകൊണ്ട് എനിക്ക് എന്നെപ്പറ്റി അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെപ്പറ്റി എല്ലാം അറിയുമോ? എൻ്റെ പുറത്തെന്താണ് ഉള്ളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കണ്ണാടിയിലൂട്ടിൽ എന്തെല്ലോ കാണിയാണെന്ന് വെച്ചാൽ അത്ര വ്യക്തമൊന്നുമല്ല. എനിക്ക് കണ്ണാടിയിലുണ്ടെങ്കിലേ അറിയാൻ പറ്റും, കയ്യെല്ലാം കാണാം, അല്ലാതെ എൻ്റെ പുറത്തെന്താ ഉള്ളതെന്നുള്ളതല്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ബ്രഹ്മം എത്രയാണെന്നുള്ളതിന് ഒരു പിടിയില്ല, അതിനറ്റമില്ല. അപ്പം ബ്രഹ്മത്തെ അറിഞ്ഞ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ അത് പറയാനും പോകുന്നില്ല. കാരണം അതായിട്ട് മാറി. പിന്നെ അവനിൽ അഹങ്കാരം, ഞാനെന്ന അഹങ്കാരമില്ല. പിന്നെ എന്തേ ഉള്ളൂ? ബ്രഹ്മമാണ്. അപ്പം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെല്ലാം മറച്ചും തിരിച്ചും എല്ലാം പറയുന്നത്. ആ പരമാത്മാവ് സ്വയമേവ താനാണെന്ന് അറിയുന്നു. ഞാൻ ഇപ്പം പരമേശ്വരനായി എന്ന നിലയിൽ അപ്പോൾ അറിയും. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്, ആ അവസ്ഥയിലെത്തുന്നു. എന്താണ് എൻ്റെ ലിമിറ്റ് എന്നതിനൊന്നും അവിടെ പിന്നെ പ്രശസ്തിയില്ല. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ അളവൊന്നും ഞാൻ നോക്കുന്നൊന്നുമില്ല. എൻ്റെ പിന്നിൽ എത്ര രോമങ്ങളുണ്ടെന്നൊന്നും, ഇവിടെയല്ല എനിക്ക് കുറേ രോമമുണ്ടെന്ന്, അത് നരച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണാടി കാണുന്നത് ശരിയാണെന്നോ? അപ്പോൾ നമ്മളെപ്പറ്റി തന്നെ ശരിക്ക് അറിയുന്നില്ല. അറിയേണ്ട താല്പര്യമൊന്നും നമുക്കില്ല. എൻ്റെ പുറത്തെന്താ ഉള്ളതെന്ന് താല്പര്യം എന്തിനാണ്? മുഖത്തെല്ലാം പൗഡർ ആൾ കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അല്ലാതെ പുറത്തെന്താണ് ഉള്ളതെന്നൊന്നും എനിക്ക് ചിന്തിക്കുന്ന പോലും ഇല്ല. അതേപോലെ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ ആരാണ് എന്തെന്ന്. അതിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഉത്ഭവിക്കുന്നില്ല. കാരണം അതിന് വിചാരങ്ങളില്ല, ഒരു ഗുണവുമില്ല, അതായി മാറുകയാണ്. പിന്നെ ആ ചോദ്യത്തിനൊന്നും പ്രശസ്തിയില്ല.
ഞാൻ പരമാത്മാവിനെ അറിയുന്നു, ഞാൻ ഞാൻ ജ്ഞാനിയാകുന്നു എന്നെല്ലാം ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഞാൻ പരമാത്മാവിനെ അറിയുന്നു, ഈശ്വരനെ അറിയുന്നു, ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഭയങ്കര ജ്ഞാനിയാണ്, ബ്രഹ്മജ്ഞാനിയാണ് എന്നെല്ലാം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ബ്രഹ്മത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലും ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ്, ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്, ഈശ്വരനോട് സംസാരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അയാൾ ബ്രഹ്മത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരനെ അറിയാം എന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ല. പറ്റണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം കഴിഞ്ഞാൽ അത് ബ്രഹ്മമായി കഴിഞ്ഞു, പിന്നെ അവന് അതിനെപ്പറ്റിയുള്ള ചിന്തയുമില്ല. അത് ബ്രഹ്മമായി, ബ്രഹ്മം നിർഗുണമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും ഞാൻ ഈശ്വരനാണെന്നോ ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈശ്വരനെ എനിക്ക് അറിയാമെന്നോ ഈശ്വരൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നോ ഇതൊന്നും പറയുന്നതിൽ അവരെല്ലാം എന്തോ ബ്രഹ്മത്തിൽ അകപ്പെട്ട് നടക്കുന്നവരാണ്. കാരണം ബ്രഹ്മം ഇപ്രകാരമുള്ള ജ്ഞാന വിഷയമല്ല. നമ്മളെ സാധാരണ സയൻസിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയിലൂടെ അനലൈസ് ചെയ്യേണ്ട ഒരു ജ്ഞാന വിഷയമല്ല ബ്രഹ്മം. മനുഷ്യൻ്റെ ജ്ഞാനം, ബുദ്ധി ഇതിലൊന്നും വരുന്ന സംഗതിയല്ല ബ്രഹ്മം. കാരണം നമ്മൾ തിരിച്ചറിയുന്നതിന് എന്തെങ്കിലും രൂപവും ഭാവവും ഗുണങ്ങളെല്ലാം ഉള്ളതിനെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. രൂപവും ഭാവവും ഗുണവും ഒന്നുമില്ലാത്ത ഒരു സംഗതിയെ നമ്മളെങ്ങനെയാണ് ജ്ഞാനത്തിൽപ്പെടുത്തുക? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്, അതിനെപ്പറ്റിയുള്ള അറിവാണ്. അതിനെപ്പറ്റി ഒരറിവ് അതെന്താണെന്ന് പോലും നമുക്കറിയില്ല. അതെങ്ങനെയാണെന്ന് ഒന്നും അറിയാത്ത കാര്യം, അതിന് വികാരങ്ങളില്ല, ഒരു സ്വഭാവം ഇല്ലാത്ത ഒരു സംഗതിയെപ്പറ്റി എങ്ങനെയാണ് നമുക്ക് ജ്ഞാനം നേടാൻ പറ്റില്ല. അപ്പം സാധാരണ നമ്മൾ പറയുന്ന ജ്ഞാനത്തിൽപ്പെടുന്നത് അല്ലാതെ. ഇനി അറിവ് നേടുവാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവ് അജ്ഞാതമാണ്. അപ്പം ആരെങ്കിലും ഈശ്വരനെ, ആ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനെപ്പറ്റി അജ്ഞാതനാണ്, അയാൾക്കറിയില്ല. അപ്പം നമുക്കൊന്നും അതിനെ അറിയില്ല, ഋഷികൾക്കും അതിനെ അറിയില്ല. ആരെങ്കിലും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനെ അറിയില്ല. അറിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കണ്ടേ? അറിയാനുള്ള വഴി എന്താണ്? അതിൽ പോയി ലയിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ലയിച്ചാൽ പിന്നെ അത് ഞാൻ, ഇത് അത് എന്നുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ, അവൻ, ബ്രഹ്മം, ഞാൻ മറ്റേത് എന്നുള്ള ചിന്തയൊന്നുമില്ല. എല്ലാം ഒന്നായി കഴിഞ്ഞു. അതുകൊണ്ട് അറിവ് നേടുവാൻ, പരമാത്മാവിനെ പറ്റി അറിയുവാൻ ശ്രമിക്കുന്നവർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അവരാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അറിയാനുള്ള ആഗ്രഹം നിലനിൽക്കുന്ന കാലത്തോളം പരമാത്മപദം ലഭ്യമല്ല. അപ്പോൾ ആ ബ്രഹ്മത്തെ അറിയണം എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്ന കാലത്തോളം, നമുക്ക് ആ ബ്രഹ്മത്തെ അറിയണം എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം അതിനറിയില്ല. അതേസമയം ആഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാനും പറ്റില്ല. അപ്പം ആഗ്രഹമുള്ളവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല, അവർക്കറിയില്ല. അപ്പം ഈ പറഞ്ഞ ആരെങ്കിലും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ അറിയാത്തവരാണ്. അതുകൊണ്ടാണ് അറിയാൻ ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്ന കാലത്തിൽ അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. പിന്നെയോ അറിയുവാണമെന്നുള്ള ആഗ്രഹം അല്പം പോലും അവശേഷിക്കാത്തപ്പോൾ പരമേശ്വരൻ്റെ സാക്ഷാത്കാരം ലഭിക്കുന്നു. അറിയണമെന്നുള്ള ആഗ്രഹം അല്പം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരും. അപ്പം അറിയണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്ക് അറിയില്ല, അയാൾ അറിയാൻ വേണ്ടി നടക്കുന്നു. എത്ര വരെ നടക്കും? അവർ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്ന സമയം വരെ. ബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴേക്ക് അവർക്ക് അറിയേണ്ട ആഗ്രഹവും ഇല്ലാതെയാകുക. എനിക്ക് ബ്രഹ്മത്തെ എന്താണെന്ന് അറിയണം,
അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ബ്രഹ്മത്തെപ്പറ്റി അറിയില്ല. അതിനറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ശ്രമിക്കുകയാണ്, എന്നിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച് കിടക്കുകയാണ്. അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഒരു ദിവസം ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടി, പക്ഷേ എനിക്കറിയാനുള്ള ആഗ്രഹം ഇല്ലാതായി. പിന്നെ എനിക്കറിയും വേണ്ട. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മത്തെ അറിയുന്ന എപ്പോഴാണ് അറിയാൻ പറ്റുക? അറിയാൻ പറ്റില്ല. ആ ബ്രഹ്മത്തെ ഈ ലോകത്തിൽ ആർക്കും മനസ്സിലാകാൻ പറ്റില്ല. ഇപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയതിന് ശേഷം അറിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നേരം അയാൾക്ക് അറിയേണ്ട ആഗ്രഹമില്ല. അയാൾക്ക് അറിയേണ്ട ആഗ്രഹമില്ല. പിന്നെ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിന് അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. ദാറ്റ് മീൻസ് ആ ബ്രഹ്മത്തെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന സംഗതി ഒന്നുണ്ട് എന്ന് മാത്രം മനസ്സിലായിക്കൊള്ളുക. അതാണ് സയൻസിലൂടെ ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയ വഴിയിലൂടെയാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് അവിടെ ഉണ്ടായിരുന്നു, അത്രയും പറഞ്ഞിട്ട് നിർത്തുക. അതിൻ്റെ അപ്പുറം ഒന്നും ചിന്തിക്കണ്ട. ചിന്തിച്ചുകൊണ്ട് ഉത്തരം കിട്ടാനും പോകുന്നില്ല. അതിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ശാസ്ത്രലോകം ഇട്ടെറിഞ്ഞ് കളഞ്ഞു പോയത്. ഋഷികളും പറഞ്ഞാൽ അതിന് കിട്ടാനും പോകുന്നില്ല, ഇനി അതിൻ്റെ പിന്നാലെ നടക്കണം. അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ നടക്കണ്ട. ചുരുക്കി പറഞ്ഞ് ഈശ്വരനിലെ ആത്മീയം എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ നടക്കണ്ട. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കിയ ആരും തന്നെ ഈ ലോകത്തിൽ ഇല്ല. ഇനി 4 കുറച്ച് വ്യക്തമായി എന്ന് തോന്നുന്നു. പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ലക്ഷ്യമാക്കി നീങ്ങി അതിനെ നന്നായി ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പം യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ആ പരമാത്മാവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ലക്ഷ്യം വെച്ച് നീങ്ങുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ആ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തന്നെയാണ് ശാസ്ത്രലോകം പോയത്. പ്രപഞ്ചം എന്താണ്, ഏതിൽ നിന്നാണ് ഉണ്ടായതെന്ന് വെച്ചാൽ അവരങ്ങനെ അന്വേഷിച്ച് ആറ്റത്തിലെത്തി, ഇലക്ട്രോണിലെത്തി, പ്രോട്ടോണിലെത്തി, ഊർജത്തിലെത്തി, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിലേക്ക് എടുത്ത്, ചിലവർ പറയും കോർക്ക് പാർട്ടിക്കിൾ എന്നെല്ലാം പറയും. അങ്ങനെയെല്ലാം എത്തി എവിടെയെല്ലാം എത്തി. അത് യഥാർത്ഥ ജ്ഞാനത്തിലേക്കാണ്. അത് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനത്വത്തിലൂടെ തന്നെ സയൻസിലൂടെ തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. പോയിട്ട് അവസാനം വരെ പോയിക്കൊള്ളുക. പക്ഷെ ബ്രഹ്മത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, എന്തോ ഒന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആറ്റങ്ങൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എല്ലാം എന്തോ ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് രൂപമില്ല, ഭാവമില്ല. ഇത്രയും മാത്രം മനസ്സിലായിക്കൊള്ളുക. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക്, അതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ വഴി. അതായത് ശുദ്ധമായ സയൻസിൻ്റെ വഴി, ശാസ്ത്രജ്ഞന്മാർ പോയ വഴി തന്നെയാണ് ബ്രഹ്മത്തിലേക്കുള്ള വഴി, യഥാർത്ഥ ജ്ഞാനം. അതിലൂടെ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് എത്തിയെത്താം പരമാത്മപ്രാപ്തിയും ലഭിക്കുക. അങ്ങനെ ചിന്തിച്ച് ബ്രഹ്മത്തിലേക്ക് എത്തുമ്പം ചിലപ്പം ബ്രഹ്മത്തിൽ പോയി ലയിച്ചെന്നും വരും. അന്തരാമിയായിരിക്കുന്ന അതിനെയാണ് പ്രാപിക്കുന്നത്. അപ്പോൾ ഏതിനെ തന്നെയാണ് പ്രാപിക്കുന്നത്? നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയെ തന്നെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ബ്രഹ്മത്തിലേക്കല്ല പോകുന്നത്. നമ്മളെ ചിന്ത പോയി അവസാനം എവിടെ പോയി ചേരും? ആ ഹൃദയത്തിലുള്ള ആത്മാവിൽ, പരമാത്മാവിൽ പോയി ചേരും. ഉള്ളിൽ തന്നെയാണ്, അന്തരാത്മാവിൽ ഇരിക്കുന്ന ആത്മാവിൽ തന്നെയാണ് പോയി ചേരുന്നത്. അല്ല വേറെ പുറത്തൊന്നുമല്ല. ചിന്തിച്ച് എന്താണ് ഈ ബ്രഹ്മം, ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്? അങ്ങനെ ആലോചിച്ച് എന്ന് കഴിഞ്ഞാൽ അവസാനം അവിടെ പോയി ചേരും. മന്ത്രങ്ങളിലും വിദ്യകളിൽ നിന്നും അമൃതരൂപമായ അതിൻ്റെ പ്രാപ്തി ലഭിക്കുന്നു. മന്ത്രങ്ങളും വേദമന്ത്രങ്ങളും വിദ്യ, വേദങ്ങളിലൂടെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അമൃതരൂപമായി അതിൻ്റെ പ്രാപ്തി ലഭിക്കുന്നു. ഒരു അമൃതിന് സമാനമായ
ഒരവസ്ഥയിലേക്ക് നമ്മൾ, ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതിലൂടെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുവാനുള്ള അഭിലാഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം, വേദത്തിലൂടെ എല്ലാം പോകുമ്പോൾ അമൃതസ്വരൂപമായ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഹൃദയത്തിലേക്ക് ഒരു പ്രത്യേക അമൃതസ്വരൂപമായ രൂപത്തിലെത്തുന്നു. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ പോകാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്നു, ബ്രഹ്മം ബ്രഹ്മം എന്ന്. അങ്ങനെയാണത് അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും വിരക്തമായിട്ട് ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കാനുള്ള പ്രേരണ നമ്മളിൽ അറിയാതെ അങ്ങനെയുള്ള ചിന്തകരിൽ ഉണ്ടാകുന്നത്. ഇനി 5 പൊതുവായ കാര്യം പറയാണ്. മനുഷ്യരുടെ ജന്മം അത്യന്തം ദുർലഭമാണ്. ഈ മനുഷ്യജന്മം എല്ലാവർക്കൊന്നും കിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ കോടാനുകോടി ജീവികളായിട്ടാണ് നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മരിക്കുമ്പോൾ അതിൽ ഒന്നാണ്, അങ്ങനെ കോടിക്കണക്കിനുള്ള ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യർ തന്നെ. കോടിക്കണക്കിനുണ്ട്, വ്യത്യസ്ത ജീവജാലങ്ങൾ എത്രയോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാൽ ഉള്ള ജന്മത്തിൽ ഞാനെന്ന ഒരു മനുഷ്യനുണ്ടാണ്ടെങ്കിൽ അപൂർവമായിട്ടാണ് സാധിക്കുക. അത് ലഭിച്ചവൻ ഈ പരമാത്മതത്വം, ഇതെല്ലാം ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായി എന്ന പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രത്യേക ഗുണം എന്താണ്? അവനാണ് ജ്ഞാനം നേടാനുള്ള കഴിവുള്ളത്. അവൻ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ധർമ്മം. മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കാൻ അവൻ ശ്രമിക്കണം. അതവൻ്റെ ധർമ്മമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്നതും തൊട്ടുള്ള ജ്ഞാനം നേടാൻ ശ്രമിക്കണം. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ധർമ്മം. അത് ചെയ്യുന്നില്ല എങ്കിൽ അത് വലിയ തെറ്റാണ്. അതിനാൽ ശ്രുതികൾ പറയുന്നു, അതായത് വേദങ്ങൾ പറയുന്നു, മനുഷ്യ ശരീരം നിലനിൽക്കുന്നത് വരെ, ഈ ശരീരം കുറച്ചു കാലം നിലനിൽക്കും, പിന്നെ മരിച്ചു പോകും. അതുവരെ ഭഗവത് പ്രാപ്തിക്കുള്ള സാധനാ സാമഗ്രികളാൽ പരമാത്മാവിനെ അറിയുവാൻ ശ്രമിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരം നശിക്കുന്നതിന്, മരണത്തിന് മുമ്പിൽ ഏതാണ് ഈ നമ്മുടെ സൃഷ്ടിക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തി തന്നെയാണ്. കാരണം മനുഷ്യന് ബുദ്ധി വന്നിരിക്കുന്നുണ്ട്. ഈ ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന ലെവൽ ഏതാണ്? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്ന സത്യം കണ്ടെത്താൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. ഈ സുവർണാവസരം കൈവിട്ടു പോയാൽ മഹാനാശമായിരിക്കും ഫലം. ഈ അവസരം, മനുഷ്യനായി ജനിച്ചു കിട്ടിയ ഈ അവസരം കൈവിട്ടു പോയാൽ നാശമായിരിക്കും ഫലം. കാരണം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായി ജനിക്കണമെന്നല്ലോ, വല്ല പട്ടിയോ പൂച്ചയോ ആയിട്ട് കഷ്ടപ്പാടും നരകവുമാണ്. പിന്നെ കൈവിട്ടു പോയാൽ മഹാനാശമായിരിക്കും ഫലം. മൃത്യുമായ സംസാരത്തിൽ ഒഴുകി നടക്കേണ്ടി വരും. ഇങ്ങനെ ജനിച്ച് മരിച്ച് പട്ടിയും പുഴുവും എന്തെല്ലോ ആയിട്ട് ജനിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ കരയില്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ അവിടെ കടന്നിട്ട് നിലവിളിക്കാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ പറ്റുമെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കൊള്ളുക. അല്ലെങ്കിൽ ഇനിയും ജനിച്ച് മരിച്ച് നടക്കേണ്ടി വരും. ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യന് സുഖം കിട്ടാൻ പോകുന്നില്ല. തെറ്റിദ്ധാരണയാണ്. നമുക്ക് സുഖം കിട്ടും എന്ന് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല. ഒരാൾക്കും ഈ ലോകത്തിൽ ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. അത് ദുരിതപൂർണമാണ്, കഷ്ടപ്പാടാണ്. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇത് കളഞ്ഞു കെട്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ കരയില്ലാതെ വേറെ വഴിയില്ല. പ്രപഞ്ചത്തിൻ്റെ ത്രിവിധ താപവും വേദനയും സഹിച്ച് കഷ്ടപ്പെടുന്നതൊഴിവാക്കാൻ ആ സാധനകളിലൂടെ ജീവനെ നിത്യതയിലേക്ക് എത്തിക്കുക. ഈ കഷ്ടപ്പാടും ദുരിതമെല്ലാം ഒഴിവാക്കാൻ കിട്ടിയ ഒരു അവസരമാണ് മനുഷ്യ ശരീരം. അപ്പോൾ
ഈ പറഞ്ഞ വേദം നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ ബ്രഹ്മത്തെ മനസ്സിലാക്കി അതിൽ പോയി ചേരുക. എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ചേർന്ന് കൊള്ളുക. എങ്കിൽ നിത്യമായ ശാന്തി ലഭിക്കും. മനുഷ്യജന്മമൊഴിച്ച് മറ്റുള്ളതെല്ലാം കർമ്മഫലം അനുഭവിക്കുവാൻ മറ്റ് യോനികളിൽ ജനിക്കുകയാണ്. അപ്പം മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി പല യോനികളിൽ കയറി ജനിക്കുകയാണ്. മനുഷ്യൻ്റെ യോനി തന്നെയൊന്നുമല്ല, പട്ടീൻ്റെയും പൂച്ചേൻ്റെയും പ്രാണീൻ്റെയും എൻ്റെ എല്ലാ യോനികളിൽ കയറി ജനിക്കുകയാണ് ഫലം. മനുഷ്യൻ്റെ കിട്ടിയാൽ മാത്രമേ ഈ ഒരവസരം കിട്ടുന്നുള്ളൂ. അതിനാൽ പരബ്രഹ്മപ്രാപ്തിയിലൂടെ ജനന മരണ ചക്രത്തെ മറികടന്ന് അമരനായിത്തീരുക. അതുകൊണ്ട് എന്ത് വേണം? പരമബ്രഹ്മപ്രാപ്തിയിലൂടെ ആ പരമാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഇനി ജനന മരണമൊന്നുമില്ലാതെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുക. എങ്ങനെ? ദീർഘ ഉറക്കത്തിൽ, ഗാഠനിദ്രയിൽ ശാന്തമായൊരവസ്ഥയുണ്ടല്ലോ. തൂക്കിക്കൊല്ലാൻ വിധിച്ചവനാണെങ്കിലും ഗാഠനിദ്രയിൽ സുഖമാണ്. ആ ഒരവസ്ഥയിൽ എത്തിച്ചേരാം. പിന്നെ ജനിക്കുകയും വേണ്ട, മരിക്കുകയും വേണ്ട, കഷ്ടപ്പെടുകയും വേണ്ട. ഇതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്.